മതവും സമാധാനവും രണ്ട് വാക്കുകൾ ഒരേപോലെ പോകുന്ന രണ്ട് ചിന്തകളാണ്. മതം അത് ദൈവത്തെ തേടിയുള്ള ഒരു അന്വേഷണമാണ്. സമാധാനമെന്നുള്ളത് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്, ജീവിതത്തിൻ്റെ ആഗ്രഹമാണ്. സമാധാനം നിങ്ങളോടുകൂടെ, ഷലോം, സലാം, ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്? നീയും ഞാനും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടാകട്ടെ, നീയും നിന്റെ ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടാകട്ടെ. അതൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ ദിവ്യബലിയിൽ നമ്മൾ പലതവണ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ആന്തരിക സമാധാനത്തിനും ലോകത്തിൻ്റെ സമാധാനത്തിനുമൊക്കെ ആയിട്ട്. എന്നാൽ സത്യസന്ധമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. മതങ്ങൾക്ക് സമാധാനം നൽകുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം വഴി ലോകത്തിന് സമാധാനം നൽകുവാൻ സാധിക്കുമോ? വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിലും പഠിപ്പിക്കുന്നതെങ്കിലും ചരിത്രം നമ്മോട് മറ്റൊരു വശം കൂടി വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, ദൈവത്തിൻ്റെ പേരിലുള്ള പ്രാർത്ഥനാലയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ അടിപിടികൾ, ദൈവത്തിൻ്റെ നാമത്തിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ, ഇതിനെയൊക്കെ വിശുദ്ധമെന്നും നന്മയെന്നും ദൈവികമെന്നും ഒന്നും വിശേഷിപ്പിക്കുവാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? മതം എന്നുള്ള വാക്ക്, റിലീജിയൻ, അത് ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ലാറ്റിനേക്കാളും പഴമയുള്ള സംസ്കൃത ഭാഷയിൽ ഉപയോഗിക്കുന്നത് മതം എന്നാണ്. മതം എന്നതിനർത്ഥം ഒരു അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ സംസ്കാരങ്ങളിൽ മതങ്ങളെപ്പറ്റി പല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മതമെന്നുള്ളത് ഏതെങ്കിലും പുസ്തകങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നല്ല. അത് നമ്മുടെ ഒരു നിലപാട് കൂടിയാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വഴിയും വ്യത്യസ്തങ്ങളാണ്. പക്ഷേ ലക്ഷ്യമൊന്നാണ്: ദൈവം, നന്മ, സമാധാനം. എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്? അതിന് നമ്മൾ തീപിടിച്ചവരാകണം. തിന്മയുടെയും കലാപത്തിൻ്റെയും തീയല്ല, മറിച്ച് നന്മയ്ക്ക് വേണ്ടിയുള്ള, നല്ലത് ചെയ്യുവാനായിട്ടുള്ള ആ തീക്ഷ്ണത. അഗ്നിക്ക് നശിപ്പിക്കുവാനും ശുദ്ധീകരിക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മിൽ ഉണ്ടാകേണ്ട അഗ്നി അത് പരസ്പരം സംരക്ഷിക്കുന്ന, അപരന് ചൂട് പകരുന്ന നന്മയുടെ അഗ്നിയായിരിക്കണം. ധൈര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയിൽ സഞ്ചരിക്കുന്ന നന്മയുടെ അഗ്നിയായിരിക്കണം. പരസ്പരം കലഹിക്കുന്ന, നശിപ്പിക്കുന്ന അഗ്നിയല്ല. അതെ, യേശു ഇന്ന് സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിന് ഈ രണ്ട് വശങ്ങളുണ്ട്: നന്മ ചെയ്യുവാനും നശിപ്പിക്കുവാനും. അതുകൊണ്ട് തന്നെ വിശ്വാസം എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു വഴിയല്ല. അത് ഒരു വെല്ലുവിളി കൂടിയാണ് നമുക്ക്. സ്നേഹമുള്ളവരെ, യേശു ഇന്ന് നമ്മോട് ചോദിക്കുന്നു, ഏത് അഗ്നിയാണ് നിന്നിലുള്ളത്? നശിപ്പിക്കുന്നതോ അതോ അപരന് നന്മയാകുന്നതോ? വിശ്വാസം വഴി സംസ്കാരങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ മതിലുകൾ പണിയുകയാണ് നമ്മൾ, അതോ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ പണിയുകയാണ് നമ്മൾ? സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ലോകത്തിന് പകരുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ യഥാർത്ഥ നന്മയുടെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ വാഹകരായ വിശ്വാസികളാണോ?
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.